ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നതും തീരുന്നതും ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്. നാം ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവരായി തീർന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട നമ്മുടെ ജീവിത അന്ത്യത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്നതും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്. നമ്മുടെ ഓരോ ദിവ്യ കുർബാനയും ആരംഭിക്കുന്നതും പൂർത്തിയാകുന്നതും ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്. ഒരു വിധത്തിൽ നമ്മുടെ ഓരോ ദിവ്യ കുർബാനയും പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ അർപ്പിക്കുന്ന ബലിയാണ്. പരമമായ സ്നേഹബലി, അനുസരണ ബലി, കൃതജ്ഞതാബലി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ആരാധനാ വത്സരത്തിൽ ആദ്യത്തെ തിരുനാൾ ക്രിസ്മസാണ്. അത് പിതാവായ ദൈവത്തിൻ്റെ തിരുനാളെന്ന് വേണേൽ പറയാം. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രയേറെ സ്നേഹിച്ച പിതാവ്, ഒരുവൻ പോലും നഷ്ടപ്പെടാതെ ഏവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രയേറെ സ്നേഹിച്ച പിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിരുനാളാണ് ക്രിസ്മസ്. അന്നാണല്ലോ കർത്താവ്, പിതാവായ ദൈവം കർത്താവിനെ, തൻ്റെ പ്രിയപുത്രനെ നമുക്ക് രക്ഷകനായി നൽകിയത്. അത് കഴിഞ്ഞ് വരുന്ന പ്രധാനപ്പെട്ട തിരുനാൾ ഈസ്റ്ററാണ്. അത് ഒരു വിധത്തിൽ പുത്രനായ ദൈവത്തിൻ്റെ തിരുനാളാണ്. നമുക്ക് വേണ്ടി പരമയാഗം അർപ്പിച്ച് രക്ഷ തന്ന് മരണത്തെപ്പോലും ജയിച്ച് ഉത്തിതനായി നമുക്ക് സമർത്ഥമായി ജീവൻ തരാൻ വേണ്ടി നിത്യമായി ജീവിക്കുന്ന കർത്താവിൻ്റെ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പെന്തക്കോസ്ത തിരുനാൾ കൊണ്ടാടി. അത് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. സ്വർഗത്തിൽ നിന്ന് സ്നേഹാഗ്നിയായി പരിശുദ്ധാത്മാവ് ശിഷ്യരിലേക്ക് ആഴ്ന്നിറങ്ങി. സ്വർഗത്തിൻ്റെ അന്തരീക്ഷം കൊടുങ്കാറ്റായി ഭൂമിയിലേക്ക് വീശിയടിച്ചു. അതിൻ്റെ തിരുനാളാണ്. പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് വരങ്ങളാൽ ശക്തീകരിക്കപ്പെട്ട് ദാനങ്ങളാൽ വളർന്ന് പരിശുദ്ധാത്മാവിൽ പരിവർത്തനപ്പെട്ട് സ്വർഗീയരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുക. റോമർ 5:5 നമ്മൾ വായിക്കും പോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയുടെയും തിരുനാൾ കൊണ്ടാടിക്കഴിഞ്ഞ് നമ്മൾ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ദൈവത്തിലെ കൂട്ടായ്മയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. കൂട്ടായ്മയുടെ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. കൂട്ടായ്മകളുടെ എല്ലാം പ്രചോദനവും അടിസ്ഥാനവും മാതൃകയുമാണ് പരിശുദ്ധ ത്രിത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ദൈവ വ്യക്തികൾ സ്നേഹത്തിൻ്റെ തികവിൽ ഒരേ ദൈവമായിരിക്കുന്ന അനുഭവം, അതിനെയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുക. ആ ത്രിത്വത്തിലൂടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുക. ബൈബിളിൽ പറയുന്നുണ്ട് ദൈവം സ്നേഹമാകുന്നുവെന്ന്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും 16-ാം വാക്യത്തിലും ദൈവം സ്നേഹമാകുന്നു. ആ ദൈവം സ്നേഹമാകുന്നു എന്ന ആ ബൈബിൾ വാക്യത്തിൻ്റെ ദൈവശാസ്ത്ര ആവിഷ്കാരമാണ് പരിശുദ്ധ ത്രിത്വം. ദൈവം, പിതാവായ ദൈവം സ്നേഹിക്കുന്ന ദൈവം, സ്നേഹിക്കുന്നവൻ പിതാവ്, പുത്രനോ സ്നേഹിക്കപ്പെടുന്നവൻ, ദ ബിലവഡ് പുത്രൻ,
പരിശുദ്ധാത്മാവോ സ്നേഹിപ്പിക്കുന്നവൻ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത്, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നത്, പിതാവും പുത്രനും നമ്മളെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ഒരു വിധത്തിൽ സ്നേഹത്തിൻ്റെ പ്രവാഹമാണ്, സ്നേഹത്തിൻ്റെ ഒഴുക്കാണത്. സ്വർഗം നമ്മിലേക്ക് ഒഴുകി വീഴുക പരിശുദ്ധാത്മാവിലൂടെ, ദൈവികത നമ്മിലേക്ക് വന്ന് നിറയുക പരിശുദ്ധാത്മാവിലൂടെ. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്നേഹം, സ്നേഹിക്കുന്നവനോട് സ്നേഹം നുകരാൻ, സ്നേഹിക്കപ്പെടുന്നവനോട് ചേർന്ന് സ്നേഹിക്കപ്പെടാൻ, സ്നേഹിപ്പിക്കുന്നവൻ്റെ പ്രചോദനത്തിലായി സ്നേഹിക്കപ്പെട്ട് സ്നേഹിക്കുന്നവരായി ജീവിക്കാൻ നമ്മൾ ക്ഷണിക്കപ്പെടുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ത്രിത്വത്തിലൂടെ. രണ്ടാമത്തെ സുനോദോസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വെളിപാടിൻ്റെ കിരണങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന്, എല്ലാ ജനതകളിലും വെളിപാടിൻ്റെ കിരണങ്ങളുണ്ട്. ഏറ്റവും വലിയ വെളിപാട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടാണ്. ആ ദൈവത്തെക്കുറിച്ച് ചില മതങ്ങൾ പറയുന്നത് ഒരേ ദൈവം, ദൈവത്തിൻ്റെ ഏകത്വം, അതിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുക. ഉദാഹരണമായിട്ട് ഇസ്രയേൽക്കാരും മുസ്ലിങ്ങളുമൊക്കെ. മറുവശത്ത് പല മതങ്ങളും എന്താ പറയുന്നത്, പല ദൈവങ്ങൾ, ദൈവം ഒരുവൻ മാത്രമല്ല പല ദൈവങ്ങൾ. ഇതിൽ രണ്ടിലും ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ കിരണങ്ങളുണ്ട്. എന്നാൽ ആ വെളിപാടിൻ്റെ പൂർണ്ണതയോ പരിശുദ്ധ ത്രിത്വത്തിലാണ്. ഒരേ ദൈവം, എന്നാൽ ആ ദൈവത്തിൽ 3 ആളുകൾ, തനിമയുള്ള 3 വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്, ത്രിത്വം എന്നുള്ള പദം ബൈബിളിലില്ല, എന്നാൽ പരിശുദ്ധ ത്രിത്വം ബൈബിളിൽ മുഴുവനും നിറഞ്ഞിരിക്കുക. ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവമാണ് പരിശുദ്ധ ത്രിത്വം. ഉദാഹരണമായിട്ട് ബൈബിളിലെ ആദ്യത്തെ 3 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 1-2, 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയെയും വെളിപ്പെടുത്തുന്നുണ്ട്. ആദിയിൽ ദൈവം പിതാവ്, ജലത്തിൻ്റെ മേൽ ആത്മാവ് വ്യാപരിച്ചു പരിശുദ്ധാത്മാവ്, ദൈവസ്വരം മുഴങ്ങി പുത്രനായ ദൈവം, അല്ലേ, പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ തുടങ്ങി ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ആ ദൈവം, അത് പരിശുദ്ധ ത്രിത്വമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും ദൈവത്തെക്കുറിച്ച് കണക്ക് കൂട്ടാറുണ്ട്. 1+1 എങ്ങനെയാ ഒന്നായി മാറുന്നത് എന്ന് ചോദ്യം ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല, പിന്നെയോ നമ്മളെ പരിഹരിക്കുന്ന ഒരു രഹസ്യമാണ്. നമ്മൾ ആരാധിക്കേണ്ട ഒരു രഹസ്യം, അതാണ് പരിശുദ്ധ ത്രിത്വം. ഒരു വിധത്തിൽ ദൈവമുണ്ടല്ലോ, തത്വശാസ്ത്രത്തിൻ്റെയോ ഗണിതശാസ്ത്രത്തിൻ്റെയോ ഒന്നും വിഷയമല്ല, തർക്കശാസ്ത്രത്തിൻ്റെയും വിഷയമല്ല. ദൈവം നമ്മുടെ അനുഭവത്തിൻ്റെ വിഷയമാണ്, സ്നേഹത്തിൻ്റെ വിഷയമാണ്, ബന്ധങ്ങളുടെ വിഷയമാണ്. നമ്മൾ ജീവിക്കേണ്ട, നമ്മൾ അനുഭവിക്കേണ്ട ദൈവത്തെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന, നമ്മളോടൊത്തായിരിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, രക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ദൈവത്തെയാണ് പരിശുദ്ധ ത്രിത്വം അവതരിപ്പിക്കുക. അപ്പം ബൈബിളിൽ ഉടനീളം ത്രിത്വം വെളിപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ത്രിത്വം എന്നുള്ള പദം അവിടെ ഇല്ല. ത്രിത്വം എന്നുള്ള ആ രഹസ്യം പ്രത്യേകമായിട്ട് വെളിപ്പെടുന്നത് നിഖ്യ സുനോദോസിലും കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസിലുമാണ്. നമ്മൾ ഞായറാഴ്ചകളിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം, നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറയുക. അതിൻ്റെ പൂർണ്ണ പേരിൻ്റെ പൂർണ്ണ രൂപം നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസ് അതിലൂടെ വെളിപ്പെടുന്ന വിശ്വാസ പ്രമാണം എന്നാണ്. അതിൽ നമ്മൾ എന്താ പറയുന്നത്? പുത്രനായ ദൈവം പിതാവിനോട് ഏക സത്തയാണ്. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടേണ്ടവനും സ്തുതിക്കപ്പെടേണ്ടവനുമാണ്.
ആ ദൈവത്തിൻ്റെ ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ യാഥാർത്ഥ്യം ഏറ്റുപറയുന്നതാണ് നിത്യ വിശ്വാസ പ്രമാണം. പ്രിയപ്പെട്ടവരെ, ഈ നിത്യ സുനോദോസിലും കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസിലും ത്രിത്വത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ പ്രബോധനം വരാനായിട്ട് ഇടയാക്കിയത് 3 പാഷണതകളാണ്. ഒന്നാമത്തേത് മോഡലിസം ആണ്, രണ്ടാമത്തേത് ത്രൈത്തൈസം ആണ്, മൂന്നാമത്തേത് സബോർഡിനേഷനിസം ആണ്. മോഡലിസം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക, ദൈവത്തിൻ്റെ ഏകത്വത്തിന് അമിത പ്രാധാന്യം കൊടുക്കുക. അവർ പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ ഓരോ വ്യക്തികളല്ല, പിന്നെയോ ഒരേ ദൈവത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്, മോഡുകളാണ് എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ സൃഷ്ടികർമ്മത്തിൽ പിതാവായി, രക്ഷണീകർമ്മത്തിൽ പുത്രനായി, ഇപ്പോഴോ പരിശുദ്ധാത്മാവായി വെളിപ്പെടുന്ന ദൈവം എന്ന് പറയും. അപ്പം മോഡലിസം ദൈവത്തിലെ 3 വ്യക്തിത്വങ്ങളെ നിഷേധിക്കുക. അതിന് ബദലായിട്ട്, അതിന് പകരം വരുന്നതാണ് ഒരു വിധത്തിൽ ത്രൈത്തൈസം. ത്രൈത്തൈസം എന്ന് പറഞ്ഞാൽ 3 ദൈവ സിദ്ധാന്തം. ത്രൈ എന്ന് പറഞ്ഞാൽ 3, തേസം എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പം 3 ദൈവ സിദ്ധാന്തം എന്ന് പറയാം. അതായത് ദൈവത്തിൽ 3 ആളുകളുണ്ട്, 3 പേരും 3 ദൈവങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണ് ത്രൈത്തൈസം. അവർ ദൈവത്തിലെ ഐക്യത്തെ, കൂട്ടായ്മയെ നിഷേധിക്കുന്നു. മൂന്നാമത്തേതുണ്ട് സബോർഡിനേഷനിസം എന്ന് പറയും. ദൈവത്തിലെ വ്യക്തികളുടെ തുല്യതയെ, സമത്വത്തെ നിഷേധിക്കുന്നു. സബോർഡിനേഷനിസം, സബോർഡിനേറ്റാണ്. പിതാവിനേക്കാളും സബോർഡിനേറ്റാണ് പുത്രൻ, പുത്രനേക്കാളും സബോർഡിനേറ്റാണ് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ ആണ് അവർ അവതരിപ്പിക്കുക. ഇപ്പം ഇപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റുന്നു? പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ദൈവീകത നിഷേധിക്കപ്പെടുക. 3 പേരും ദൈവം എന്ന രീതിയിൽ, ദൈവ വ്യക്തികളെന്ന രീതിയിൽ തുല്യരാ. കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി, അതായത് രക്ഷാകര ചരിത്രത്തിൽ ഇടപെടുമ്പോൾ പിതാവ് പുത്രനെ അയക്കുന്നു, പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പുത്രൻ പറയുന്നു, പിതാവ് എന്നെക്കാളും വലിയവനാണ്, അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്നിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് നിങ്ങളെ പഠിപ്പിക്കും എന്നെല്ലാം പറയുകയാണ്. പക്ഷേ അത് പ്രിയപ്പെട്ടവരെ സബോർഡിനേഷനിസം അല്ല, കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ കുടുംബനാഥ, പിന്നെ മക്കൾ ഓരോരുത്തർ, ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ഒരു നേതാവ്, അനുയായികൾ, ഒരു ക്ലാസ്സിൽ അധ്യാപകൻ, കുട്ടികൾ, ആ രീതിയിൽ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി വ്യത്യാസമുണ്ടെങ്കിലും ദൈവമക്കളെന്ന രീതിയിലും മനുഷ്യ വ്യക്തികളെന്ന രീതിയിലും എല്ലാവരും തുല്യരാണ്. ഒരേ രീതിയിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം തുടങ്ങി സ്വാഭാവിക മരണം വരെ ഓരോ വ്യക്തിയും പൂർണ്ണ മനുഷ്യരാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, സമത്വം. പ്രിയപ്പെട്ടവരെ, ഈ 3 പാഷണതകളെയും ഒരു വിധത്തിൽ ഖണ്ഡിച്ചുകൊണ്ടാണ്, ആ പാഷണതകൾ എല്ലാം അബദ്ധ സിദ്ധാന്തങ്ങളാണ് എന്ന് എടുത്തു കാട്ടിയാണ് തിരുസഭ പരിശുദ്ധ ത്രിത്വത്തെ അവതരിപ്പിക്കുക. പരിശുദ്ധ ത്രിത്വം പറയുന്നത് എന്താ? ദൈവം, ഒരേ ദൈവം. എന്നാൽ ആ ദൈവത്തിൽ 3 ആളുകൾ, ആ വ്യക്തികളോ സമത്വത്തിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധ ത്രിത്വത്തെ ജീവിക്കേണ്ടവരാണ്. ആ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഒന്നാമത്തേത്, നമ്മൾ ഓരോ വ്യക്തികൾ ഓരോരുത്തരും വ്യതിരിക്തരാണ്, തനിമയുള്ളവരാണ്. നമ്മൾ പരസ്പരം അംഗീകരിക്കണം, ആദരിക്കണം. അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കണം, അവരെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ആ രീതിയിൽ ഓരോ വ്യക്തിയുടെയും തനിമയെ പ്രിയപ്പെട്ടവരെ അഫേം ചെയ്ത് ഒരു സമൂഹത്തിൽ ഞാൻ മാത്രം വ്യക്തി, നിങ്ങളാരും വ്യക്തികളല്ല എന്നുള്ള നിലപാട് നമുക്ക് വേണ്ട.
അതിന് പകരം നമ്മൾ ഓരോരുത്തരും തനിമയുള്ളവരായിട്ട് കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ. പരിശുദ്ധ ത്രിത്വം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഓരോ വ്യക്തിയുടെയും അനന്യത. അതോടൊപ്പം തന്നെ പരിശുദ്ധ ത്രിത്വം എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ പല വ്യക്തികളെങ്കിലും ഒന്നാണ്. ഒരേ ദൈവത്തിൻ്റെ മക്കൾ, ഒരേ പുത്രൻ്റെ ശിഷ്യർ, ഒരേ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങൾ. പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മളെല്ലാവരും സ്നേഹത്തിൽ ഒന്നുചേരുക. അങ്ങനെ ഒന്നുചേരുന്ന ജനത്തെയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും തനിമയെ നമ്മൾ ഏറ്റുപറയണം, അംഗീകരിക്കണം, ആദരിക്കണം. പക്ഷേ അതോടൊപ്പം മറന്നു പോകരുത്, നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടവരാണ്. ആരും ഒറ്റതിരിഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല, ആരെയും ഒറ്റതിരിഞ്ഞ് മാറ്റി നിർത്തേണ്ടവരല്ല. നമ്മുടെ ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരിശുദ്ധ ത്രിത്വത്തെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വം ബന്ധത്തിൻ്റെ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പം തനിമയുള്ള വ്യക്തികളെങ്കിൽ പോലും ആരും ഒറ്റയ്ക്കല്ല, പിന്നെയോ നമ്മളെല്ലാം ഒരുമിച്ചാണ്. പരസ്പരം സ്വന്തമെന്ന് കരുതി, പരസ്പരം സ്വന്തമായി സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ, ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായി ജീവിക്കുമ്പോഴാണ് ത്രിത്വ രഹസ്യത്തെ നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ സമത്വം. ഓരോ കുടുംബത്തിലും സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അടിമത്തമൊക്കെ നിലനിന്നല്ലേ. നമ്മുടെ നാട്ടിലെ രൂപത്തിൽ ജാതി വ്യവസ്ഥ, ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഗ്രേഡ് ചെയ്യുമായിരുന്നു. അത് പരിശുദ്ധ ത്രിത്വത്തിന് നിരക്കാത്തതാ. എല്ലാ മനുഷ്യരും തുല്യരാണ്. ജാതിയോ മതമോ ഒന്നുമല്ല നോക്കേണ്ടത്. നേരെ മറിച്ച് നമ്മളെല്ലാവരും ദൈവമക്കളെന്ന രീതിയിൽ, മനുഷ്യ വ്യക്തികളെന്ന രീതിയിൽ നമ്മളെല്ലാവരും തുല്യരാണ്. പരിശുദ്ധ ത്രിത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുക. സമത്വം, നിരന്തര സമത്വം പുലർത്താൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തരെയും നമ്മൾ കരുതണം പ്രത്യേകമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ആദ്യമായി നമുക്ക് ബോധപ്പെടാം, നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ വലയത്തിലാണ്. ദൈവം പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയാണ്, ഏറ്റവും അടിസ്ഥാന കൂട്ടായ്മയാണ്. നാം ഓരോരുത്തരും സ്നേഹിക്കപ്പെടുന്നവരും സ്നേഹിക്കേണ്ടവരുമാണ് എന്ന യാഥാർത്ഥ്യം. ഒരു വിധത്തിലുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയോ ദൈവം നമ്മിൽ നിന്നും അകലെയോ അല്ല. നാം ദൈവത്തിൽ ജീവിക്കുന്നു, ചരിക്കുന്നു, ആയിരിക്കുന്നു. ആ യാഥാർത്ഥ്യമാണ് ത്രിത്വ രഹസ്യം നമ്മളെ ബോധപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സ്നേഹത്തിൻ്റെ അനുഭവം, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നേഹത്തിൻ്റെ ഫലമാണ്, ഞാൻ സ്നേഹിച്ച് ജീവിക്കേണ്ട ആളാണ് എന്ന യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ പരസ്പരം സ്വന്തമെന്ന് കരുതി ഐക്യപ്പെട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ജീവിതം. അതേപോലെ തന്നെ നമ്മൾ പരസ്പരം മാനിക്കേണ്ടവരാണ്. ഓരോരുത്തരെയും തനിമയെ അംഗീകരിച്ച്, മനസ്സിലാക്കി, അംഗീകരിച്ച്, ആദരിച്ച് അവരാകാൻ, അപ്പം അവരെങ്ങനെയാണോ ആ രീതിയിൽ അവരെ അറിയാനും അംഗീകരിക്കാനും, അവരെങ്ങനെ ആകണോ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എങ്ങനെയാകണോ അങ്ങനെയായി തീരാൻ അവരെ സഹായിക്കാനും പ്രചോദിപ്പിക്കുവാനുമുള്ള സഹായിക്കാനുമുള്ള കടമ പരിശുദ്ധ ത്രിത്വത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ചേരാം. നമ്മളുണ്ടല്ലോ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ നമ്മളെ തന്നെ ആസ്വദിക്കുമ്പോൾ അത് വെറുമൊരു അടയാളം, കുരിശടയാളമല്ല, ഒരു അനുഷ്ഠാനമല്ല, പിന്നെയോ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് ഞാൻ എന്ന് നമ്മൾ ബോധപ്പെടുക. നമ്മുടെ എല്ലാ കൂദാശകളും നാം തന്നെയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ത്രിത്വത്തിലാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ സ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ അനന്യത മാനിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ സമത്വം എന്നും പുലർത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ അനന്യത മാനിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ സമത്വം എന്നും പുലർത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ സമത്വം എന്നും പുലർത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ വലിയ തിരുനാളിൽ നമ്മുടെ അടിസ്ഥാന രഹസ്യമായ വിശ്വാസ രഹസ്യമായ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് അറിയാനും അനുഭവിക്കുവാനും ശ്രദ്ധിക്കാം. പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ജീവിക്കാം. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൽ ജീവിക്കുന്നവരാണ്, പരിശുദ്ധ ത്രിത്വത്തെ ആധാരമാക്കി ജീവിക്കുന്നവരാണ്, പരിശുദ്ധ ത്രിത്വത്തെ അനുകരിച്ച് ജീവിക്കുന്നവരാണ്, പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നിരന്തരം മുന്നേറുന്നവരാണ് ക്രൈസ്തവർ. നമുക്കങ്ങനെ ത്രിത്വത്തിൻ്റെ ജനമായി ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കാം. ദൈവം നമ്മിൽ വസിക്കട്ടെ. ആ ദൈവത്തിൽ നമുക്ക് വസിക്കാം, ആ ദൈവത്തിൽ നമുക്ക് ജീവിക്കാം, ആ ദൈവത്തിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. പരിശുദ്ധ ത്രിത്വത്തിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ആ വലിയ സ്നേഹം പ്രിയപ്പെട്ടവരെ നമുക്ക് നിരന്തരം അനുഭവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.